ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിന്റെ 6ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച, മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഈശോ അപ്പമൊക്കെ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ ഈ ശിഷ്യന്മാരുടെ മനസ്ഥിതിയൊക്കെ മാറുന്നുണ്ട്. അവർ ഈശോയെ കുറിച്ചുള്ള പ്രതീക്ഷകളിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലേക്ക് കടക്കുക. അപ്പൊ അതുകൊണ്ട് ഈശോ അവർക്കൊരു മുന്നറിയിപ്പ് നൽകുന്നതാണ്. യേശു മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കും, ഫരിസേയരുടെയും ഹെറോദോസിന്റെയും പുളിപ്പിനെ കുറിച്ച് കരുതലുള്ളവരായിരിക്കും ഇങ്ങനെ പറയുക. ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ അതിന് തൊട്ടുമുമ്പ് പറയുന്നുണ്ട്. അക്കാലത്ത് ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് സിറ്റുവേഷൻ. പക്ഷെ അവരെന്ത് ചിന്തിച്ചു എന്നതിനെ കുറിച്ച് പറയുന്നില്ല. ഒരപ്പം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള എന്താണ്? നമ്മളെന്തിനാ പേടിക്കുന്നത്? ഒരപ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ അപ്പം 1000 വർദ്ധിപ്പിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന, അത്ഭുതങ്ങളിലേക്ക് അഭിരമിക്കുന്ന, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്ന, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനെ രാജാവായി പ്രഖ്യാപിക്കാൻ താല്പര്യപ്പെടുന്ന, അങ്ങനെ അവന്റെ രാജ്യത്തിന്റെ പ്രധാന സ്ഥാനങ്ങളും സുഖസൗകര്യങ്ങളും ആസ്വദിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ശിഷ്യന്മാരായിട്ട് വേണം നമ്മളിവരെ കാണാൻ. അതുകൊണ്ടാണ് തൊട്ടടുത്ത വരി പറയുന്നത്, യേശു അവർക്ക് മുന്നറിയിപ്പ് നൽകി. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ മനോഭാവം ഒന്നും അത് ഇവിടെ പറയുന്നില്ല. അവരിങ്ങനെ അപ്പം എടുക്കാൻ മറന്നു പോയിരുന്നു, ഒരപ്പം മാത്രമേ കയ്യിലുള്ളൂ, ഇതാണ് സിറ്റുവേഷൻ. പക്ഷെ ഈ സിറ്റുവേഷനിൽ ഈശോ ഇവരോട് സംസാരിച്ചു തുടങ്ങിയ. അപ്പം അവരുടെ ഈ ഒരപ്പം മാത്രം കൈ വെച്ചുകൊണ്ട് അവർ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എന്തായിരിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈശോ ഒരപ്പം വെച്ച് 1000 അപ്പം ഉണ്ടാക്കാൻ സാധിക്കുന്നവനാണ്. അവനെ രാജാവാക്കിയാൽ അവൻ രാജ്യവും ഇതുപോലെ തന്നെ സമൃദ്ധിയിൽ നിലനിർത്തും. അവന്റെ രാജ്യത്തില് സകല സുഖ സൗകര്യങ്ങളും അധികാരവും എല്ലാം കൈയാളാൻ പറ്റുന്ന മന്ത്രിമാരായിട്ട് നമുക്ക് കൂടെ ആയിരിക്കാം. ഇതൊക്കെയാണ് ഈ ശിഷ്യന്മാരുടെ പ്രതീക്ഷ. അവരോടാണ് ഈശോ മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, ഫരിസേയരുടെയും ഹെറോദോസിന്റെയും പുളിപ്പിനെ കുറിച്ച് കരുതിയിരിക്കുവിൻ. ഇത്തിരി പുളിപ്പ് എല്ലാത്തിനെയും പുളിപ്പിക്കും എന്ന അപകടകരമായ ഒരു കാര്യമായിട്ടാണ് ഇവിടെ ഫരിസേയരുടെ പുളിപ്പിനെ കുറിച്ച് പറയുന്നത്. ഈ ഫരിസേയന്റെ പുളിപ്പില്ലാത്ത അപ്പമായി ജീവിക്കുവാൻ, ഹെറോദോസിന്റെ പുളിപ്പില്ലാത്ത അപ്പമായി ജീവിക്കാനുള്ളൊരു ക്ഷണമാണ് ഈശോ തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ വെക്കുന്നത്. നിങ്ങളുടെ ജീവിതം പുളിപ്പില്ലാത്ത അപ്പമായിരിക്കട്ടെ. എന്താണ് ഈ ഫരിസേയരുടെയും ഹെറോദോസിന്റെയും പുളിപ്പ് എന്ന് പറയുന്നത്? ഫരിസേയരുടെ പുളിപ്പ് എന്ന് പറയുന്നത് അവരുടെ ലീഗലിസം ആണ്, അവരുടെ റിച്വലിസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവരിങ്ങനെ നിയമങ്ങളിലും ആചാരങ്ങളിലും കുടുങ്ങി കിടക്കുക. അതെല്ലാം കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ട്. എന്നിട്ട് ആത്മാവിനെ തൊടുന്നുമില്ല, ദൈവത്തെ അവർ സ്നേഹിക്കുന്നുമില്ല. അപ്പം ഈ ഒരു പുറമൂടിയായിട്ടൊരു മുഖംമൂടിയായിട്ടൊക്കെ അവര് ഈ നിയമനിഷ്ഠ പാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവർക്ക് യഥാർത്ഥമായ ദൈവത്തോടുള്ള സ്നേഹമില്ല. അതിനെയാണ് കപടത എന്ന് പറയുന്നത്, ഹിപ്പോക്രസി. അതാണ് ഫരിസേയരുടെ പുളിപ്പ് എന്ന് പറയുന്നത്. അവര് ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, നേർച്ച കാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ഉത്സവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ ദൈവത്തോട് സ്നേഹമില്ല. സത്യത്തിൽ ഈ പുളിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മളിതിനെ കൃത്യമായിട്ട് ലിറ്റർജി പാലിക്കുന്നുണ്ട്, കൃത്യമായിട്ടും പ്രാർത്ഥനാ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, കൃത്യമായിട്ടും തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്, അതിനൊക്കെ വേണ്ടി ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്, അതിൻ്റെ മോടി കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായും പാലിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ദൈവത്തോട് സ്നേഹമില്ല താനും. ഇതാണ് ഫരിസേയന്റെ പുളിപ്പ്. എന്താണ് ഹെറോദോസിന്റെ പുളിപ്പ്? ഹെറോദോസിന്റെ പുളിപ്പ് ആർത്തിക്ക് വേണ്ടി അധാർമികതയിൽ ജീവിക്കാനായിട്ട് യാതൊരു മടിയുമില്ല. തനിക്ക് ആർത്തിയുണ്ട്, അധികാരത്തോട്, പണത്തോട്, പ്രശസ്തിയോട്, വെട്ടിപ്പിടിക്കേണ്ട രാജ്യത്തോട്, സമ്പത്തിനോടൊക്കെ ആർത്തിയുണ്ട്. ഈ ആർത്തിക്ക് വേണ്ടി അയാൾ ഏത് വഴിവിട്ട മാർഗവും തിരഞ്ഞെടുക്കും. അധാർമിക വഴികളിലൂടെ മുമ്പോട്ട് പോകും. ഇയാളുടെ ആർത്തി, അതാണ് അയാളുടെ പുളിപ്പെന്ന് പറയുന്നത്. അപ്പൊ ഈ സത്യത്തില് ഒരപ്പം കൈ വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ശിഷ്യന്മാരെ നോക്കി ഈശോ ഈ മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ്. ഒന്ന്, നിങ്ങളിങ്ങനെ റിച്വലിസ്റ്റിക്കായി നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് ദൈവത്തോട് സ്നേഹമില്ലാത്തവരെ ജീവിക്കാൻ പാടില്ല. അതാണ് ഫരിസേയരുടെ കാപണ്യമാകുന്ന പുളിപ്പ്. അതിനെ സൂക്ഷിക്കുക. ഹെറോദോസിന്റെ പുളിപ്പ് എന്ന് പറയുന്നത്, ഞാൻ രാജാവായി കഴിയുമ്പം സകല സുഖസൗകര്യങ്ങൾ കിട്ടി അതെല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന മന്ത്രിമാരായി നിങ്ങൾക്ക് മാറാൻ സാധിക്കുമെന്ന നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് അപകടം പിടിച്ചതാ. ഞാൻ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. എനിക്ക് ആർത്തിയില്ല, അധാർമികതയും ഇല്ല. അപ്പോൾ ഹെറോദോസിന്റെ പുളിപ്പ്
അത് നിങ്ങളുടെ മനസ്സിനെ തൊട്ടിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, അതെടുത്ത് കളയുക, പുളിപ്പില്ലാത്ത അപ്പമാവുക. ഇതാണ് ഈശോയുടെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇത് വളരെ വ്യക്തമായിട്ടും ഈശോ ഇവർക്കിങ്ങനെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലേ, ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ ഇവരുടെ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളോടും ഈശോ പറയുന്നത് തന്നെയാണ്, ഫരിസേയരുടെയും ഹെറോദോസിന്റെയും പുളിപ്പില്ലാത്ത അപ്പമായി ജീവിക്കാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.